ഞങ്ങളുടെ പോണ്ടിച്ചേരി വൈറ്റ് ടൗണിൽ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ ഇവിടെ എല്ലാം വന്ന് കണ്ടിട്ട് പോയതാണ്. അന്നേരം ഇവിടെ തിരക്കൊന്നുമില്ല, റോഡുകളൊക്കെ വളരെ ശരിക്കും പറഞ്ഞാൽ വിജനമായിട്ട് കിടക്കുന്നവരായിട്ട് ഇരുന്നത്. ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായി. ഇവിടെയൊക്കെ കാണുമ്പോൾ പകൽ വന്ന് കാണുമ്പോൾ ഇത്ര ഭംഗി തോന്നത്തില്ല. ഞങ്ങളുടെ പകലൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, പക്ഷെ കാണാൻ നല്ല ഭംഗിയൊന്നുമില്ല. ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ അവിടുത്തെ കെട്ടിടങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല തിരക്കാണ് ഈ സമയത്ത് ഇവിടെ. വെറുതെ ഇങ്ങനെ നടന്ന കാഴ്ചകൾ കണ്ട് നടക്കാൻ രാത്രിയാകുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ നടന്നു പോയ വഴിക്ക് കണ്ടൊരു ലൈറ്റിൻ്റെ ഷെയ്ഡൊക്കെ എല്ലാം കൊടുക്കുന്നൊരു കടയാണ്. അത് വെളിയിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അകത്ത് കയറി കാണാൻ വന്നതാണ്. അതിനകത്ത് ഒരു കൂട് പോലെണ്ണം ഒരു ഷെയ്ഡ്, നല്ല ഭംഗിയാണ് അത് കാണാൻ. അത് മുള കൊണ്ടുണ്ടാക്കിയാണ് ഈ ഷെയ്ഡ്. പിന്നെ ഇത് കൂടുതലും ഇതിനകത്ത് തുണി ഏതാണ്ട് പ്രത്യേക സൈസ് തുണിയിൽ അകത്ത് ഷീറ്റ് വെച്ചിട്ട് ചെയ്താണ് ഈ ഷെയ്ഡുകളൊക്കെ. ഏതായാലും കൂടുതൽ ഷെയ്ഡുകൾ അങ്ങനത്തെയാണ്. കാണാൻ നല്ല രസമാണ്. ഇതിനകത്തോട്ട് കയറി പല സൈസിലെ ഷെയ്ഡൊക്കെ ആണ്. വിലയൊക്കെ ഇച്ചിരി കൂടുതലാണെങ്കിലും നമുക്ക് അതിൽ ഷെയ്ഡ് ഓരോന്നും നമുക്ക് സ്റ്റാൻഡ് പ്രത്യേകം മറ്റേ മാറി മാറി വേണേൽ എടുക്കാമെന്നാണ് അവർ പറയുന്നത്. കണ്ട് ഭംഗി തോന്നിയ ഒരു കയറിയ കടയായത്. നല്ല ചെമ്പരത്തിപ്പൂവൊക്കെ വെച്ചേക്കുന്നുണ്ട് അത്. പിന്നെ ഇതൊരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടാണ്. റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റിലും ഫ്രണ്ടിലിങ്ങനെ കാണാൻ നല്ല ലൈറ്റിംഗ് ഒക്കെ ആണ്. രാത്രി വന്ന പകൽ ഇവിടെ കൂടെ പോയപ്പോൾ ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു. കുറേ പടങ്ങൾ മാത്രം. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ. ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ളൂ. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും പറയത്തില്ല. അതുപോലെ ആ ലൈറ്റിൻ്റെ കൂടെ നിൽക്കുമ്പോൾ റെസ്റ്റോറൻ്റ് ആണെന്നും പറയത്തില്ല ഇവിടെ. അത്ര നല്ല ഭംഗിയാണ്. ക്രിസ്മസ് സീസൺ ഉണ്ട്. ഇവിടെയൊക്കെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. എന്താ ചിറകിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ രാവിലെ വന്നെല്ലാം ഒന്ന് ഫോട്ടോ എടുത്താൽ. പിന്നെ എൻ്റെ ഇവിടെ ഒരു ലൈവ് ആർട്ട് മ്യൂസിയമാണിത്. ഞങ്ങൾ പകലിവിടെ വന്നിട്ട് പോയതാണ്. ഇപ്പോൾ രാത്രി വന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് അന്നേരം അങ്ങ് പോയതാണ്. ഇപ്പം നമുക്കിനിയും ഇപ്പം അതിനകത്തേക്കൊന്ന് കയറാം. അതിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതുകൊണ്ട് കയറി വരുന്നത്തൊരു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒരു ചെറിയ രൂപം വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഇവിടെ മുഴുവൻ ബഡീസിൻ്റെ ചെറിയ മോഡൽസാണ്. സിലിക്കോണിലുണ്ടാക്കിയ മോഡൽസാണിത്. ഇത് നമ്മുടെ 192 രാജ്യങ്ങളിലെയും ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ടെറിട്ടറീസിലെയും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളിട്ടുള്ള കപ്പിൾസിനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മനുഷ്യനായിരുന്നു. ഇത് ഏറ്റവും നീളം കുറഞ്ഞു. നീട്ടം കൂടിയ ആളിന് 9 അടി അടുത്ത് നീളം ഉണ്ടായിരുന്നു. നീളം കുറഞ്ഞ ആളിന് 2 അടിക്ക് മേളിൽ നീളമേ ഉള്ളൂ. ഞങ്ങളുടെ കുഞ്ഞുവാവ ഉണ്ട് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ലോകത്തിൽ ഏറ്റവും ചെറിയ ടെഡി ബിയേഴ്സിൻ്റെ പ്രതിമകളാണ് വിട്ടിരിക്കുന്നത്. നമുക്കിനി അടുത്ത കാഴ്ചയുടെ ഫിഷ് മ്യൂസിയമാണിത്. അതിനകത്തിൽ ഒത്തിരി മീനുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ മീനുകളെല്ലാം തടിയുള്ള മീനുകളാണെന്നാണ് കണ്ടിട്ട് മനസ്സിലാകുന്നത്. അതെല്ലാം ഓരോ മീനിനും പ്രത്യേകം ഷെയ്ഡ് കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. അവധിക്കാലത്തൊക്കെ പിള്ളേരെ കൊണ്ട് ടൂറിനൊക്കെ പോകുന്ന ഒരു 2-3 ദിവസത്തെ പരിപാടി ഇട്ട് ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണാൻ എന്ത് രസമാണ്. ഇത് പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. വന്നിട്ടുള്ള പിള്ളേരൊക്കെ വന്നിട്ട് അവർ പറഞ്ഞത് നേരത്തെ വന്നപ്പോൾ ഇത് കണ്ടില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന് തുടങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട് ഇത്. ഇതിനടുത്ത് തന്നെ ഒരു 3D മ്യൂസിയം ഉണ്ടെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പറ്റിയാൽ എൻ്റെ വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഞാൻ എടുക്കത്ത സമയം പോലെയും നോക്കത്തുള്ളത്. പിന്നെ എൻ്റെ ഇവിടെ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. നല്ല ജീവനുള്ള പ്രതിമകൾ, ജീവൻ തുടിക്കുന്ന പ്രതിമകളാണ് ഇതെല്ലാം. ഇതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്താലുണ്ട് നമുക്ക് ശരിക്കും നല്ല ജീവൻ തുടിക്കുന്ന ഫോട്ടോ ആയിട്ട് തന്നെ തോന്നിക്കും. ആ നമ്മൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതായിട്ട് തന്നെ തോന്നിക്കും. സോറി, ബഡീസ് അല്ല ടെഡീസ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഇത് നമ്മുടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ട്രഡീഷണൽ ഡ്രസ്സിലുള്ള കപ്പിൾസാണ്. അവർ ടെഡീസിൽ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കാണ്. കാണാൻ നല്ല ഭംഗി. ഇതല്ല വീഡിയോ എടുത്ത് കാണുന്നതിനേക്കാൾ പോയി കാണുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ ഈ സായിബാബയുടെ ആ പ്രതിമ ഉണ്ടല്ലോ, അതിനകത്തിൽ ഷിർദി സായിബാബയുടെ പ്രതിമയിൽ ആ സൂക്ഷിച്ച് നോക്കിയാൽ ആ കണ്ണ് തുറക്കുക അടയ്ക്കുകയും ചെയ്താൽ ചുണ്ട് അനങ്ങുന്ന കാണാം. AI ടെക്നോളജി അനുസരിച്ച് അത്രയൊക്കെ ചെയ്തിരിക്കുന്നതാണത്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അത്ര കാണാൻ അതിനകത്തുള്ളത്. പിന്നെ ഇതാണ് അവിടെ ബാക്കിയുള്ള പ്രതിമകളൊക്കെ. എന്തായാലും ഇവിടെ വന്ന് കാണാനെത്ത ഒരു വലിയ ഭാഗ്യം തന്നെ.
ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് ഞങ്ങൾ ആ 3D മ്യൂസിയത്തിൽ പോയെങ്കിലും അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നിൽക്കുന്നത് ബീച്ചിലാണ്. ബീച്ചിൽ രാത്രി കാഴ്ചകൾ വല്ലാത്തൊന്നും വീഡിയോ തെളിയത്തില്ലും. രാത്രിയിലൊക്കെ നടക്കുമ്പോൾ ചൂടൊന്നുമില്ല, നടക്കുമ്പോൾ അതിന് നല്ല പ്രത്യേക സുഖമാണ്. നല്ല കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം ബീച്ചിലൂടെ. ആഴം ഉണ്ടാവുമെന്നോ? പിന്നെ കാണുമല്ലോ, ആഴം കാണാമായിരിക്കും ഇവിടെ. തിരമാലയൊക്കെ ഇങ്ങനെ വന്നടിക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. രാത്രിയിലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ച് ദൂരം ബീച്ചിൽ ഇങ്ങനെ നടക്കുക, ലൈറ്റും ഒക്കെ കണ്ട്. ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നു. തിരമാലയിൽ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കണക്ക് ഒന്നുപോലും കിട്ടുന്നില്ല. രാത്രിയായാലും ഇങ്ങനെ ഫോട്ടോ കിട്ടാനാ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ബീച്ചിൽ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കും. അവിടെ ഒരുപാട് ആളുണ്ട് ഇവിടെ ഇപ്പോഴ്. ഇനി ഞങ്ങൾ ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് ഞങ്ങളുടെ ഇങ്ങനെ എല്ലാം കൊണ്ടിരുത്തി ഒരു ഫോട്ടോ എടുക്കാൻ. അവനെ ഇഷ്ടപ്പെട്ട സ്ഥലം. അവനവിടെ ഇരുന്ന് ഡാൻസൊക്കെ കളിച്ച് തുടങ്ങി. ഇടയ്ക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നാലും അവന് വലിയ ഇഷ്ടപ്പെട്ട ക്രിസ്മസ് ട്രീ ഒക്കെ ഇഷ്ടപ്പെട്ട അവനിങ്ങനെ രസിച്ച് അപ്പനും മോണ്ട